ആരെ പ്രിയനെ അറ്റാക്ക് ചെയ്തേ? അറിയില്ല സർ. ആദ്യം 4 പേര് വന്നു. അവര് പ്രിയൻചേട്ടനെ അടിച്ചു. പ്രിയൻചേട്ടൻ അവരെ അടിച്ചു. അപ്പൊ മുഖം മറിച്ചിട്ട് ഒരാള് വന്നു. കൈലാഷ് സാർ അയാളെ കണ്ടതല്ലേ? അയാളാ പ്രിയൻചേട്ടനെ തലക്കടിച്ചത്. നിങ്ങളെങ്ങനെ അവിടെ എത്തിയത്? ഞാനിവിടെ വന്നപ്പോ പരിചയപ്പെട്ട ഒരു കുട്ടിയുണ്ട്, സെൽവി എന്ന പേര്. ഞാൻ അവളെ സ്കൂളിൽ ചേർത്തത്. ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുവിടണമെന്ന് അവള് വാശി പിടിച്ചു. അവളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് എന്റെ സൈക്കിളില് ഗാർമെന്റ്സിലേക്ക് എത്തുമ്പോ സമയം വൈകില്ലേ സർ? അതുകൊണ്ടാ പ്രിയൻചേട്ടൻ ബൈക്കുമായിട്ട് വന്നത്. സെൽവിയെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങള് ഗാർമെന്റ്സിലേക്ക് പോവായിരുന്നു. അപ്പോഴാ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ അറ്റാക്ക്. അവരുടെ ലക്ഷ്യം പ്രിയനായിരുന്നോ അതോ പാറുവായിരുന്നോ? അതറിഞ്ഞാൽ മാത്രമേ അത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്താനാവൂ. ഇത് പേഷ്യന്റിന്റെ കയ്യിലുണ്ടായിരുന്നതാ. ഡോക്ടർ, പ്രിയൻ ഹെഡ് ഇഞ്ചുറി കുറച്ച് ഡീപ്പാ. കൈക്കും ചെറിയ പൊട്ടലുണ്ട്. തലയ്ക്ക് ക്ഷതമേറ്റതുകൊണ്ട് അൺകോൺഷ്യസ് ആയി പോയത്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. പേടിക്കാൻ മാത്രം ഒന്നുമില്ല. വൈകാതെ കണ്ണു തുറന്നോളൂ. താങ്ക്സ് ഡോക്ടർ. തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്? കൊല്ലാൻ പോയൊരു തല്ലും കൊണ്ട് വന്നേക്കുന്നു. കൊട്ടേഷൻ കൊടുത്തതോ ടൗണിനെ കിടുകിട വിറപ്പിക്കുന്ന ഗുണ്ടകൾക്ക്. ഗുണ്ടാ പണി നിർത്തിട്ട് വല്ല കിളയ്ക്കാനും പോടാ. നിന്നെയൊക്കെ അതിനെ കൊള്ളത്തുള്ളൂ. പ്രിയനെ നിനക്ക് നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവന് നിലയ്ക്ക് നിർത്താൻ വേണ്ടി വിരട്ടി നോക്കിയപ്പോ കൈലാഷ് ഇടപെട്ട് നിന്നെ തോൽപ്പിച്ചു. അവനെ കൊല്ലാൻ പോയപ്പോ കൈലാഷ് അവിടെ എത്തി. അല്ല, പ്രിയനെ മാത്രമേ കൊല്ലൂന്ന് നീ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എടാ, കൈലാഷിനെയും അവിടെ ഇട്ട് തീർക്കാൻ പാടില്ലായിരുന്നോ? ഒറ്റയടിക്ക് രണ്ടിനെ ശല്യം അവസാനിക്കായിരുന്നല്ലോ. നീ അത് ചെയ്യണമായിരുന്നു. അതോടെ ഗാർമെന്റ്സിലേക്കുള്ള PKRന്റെ വരവ് നിന്നേനെ. കമ്പനി ഭരണം നിന്റെയും മുക്തയുടെയും കയ്യിലായനെ. ഒരുത്തനെയും പേടിക്കാതെ നമുക്ക് നമ്മുടെ ബിസിനസ് പുഷ്പം പോലെ നടത്താൻ കഴിയും. ഒന്നും ചെയ്യാതെ തോറ്റ് തൊപ്പിയിട്ട് വന്നിരിക്കുന്നു. പ്രിയനെ മാത്രമല്ല കൈലാഷിനെയും കൊന്നുകളയണമെന്ന് എത്ര നിസ്സാരമായിട്ടാണ് നീ പറയുന്നത്? ഡയലോഗ് അടിക്കാൻ വലിയ എളുപ്പമാ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇന്നാ കൊന്നോന്ന് പറഞ്ഞോണ്ടേ മുമ്പിൽ വന്ന് നിന്ന് തരുമൊന്നുമല്ല കൈലാഷ് ചെയ്ത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചാടി വീണ് ഉള്ള ശക്തി മുഴുവനും എടുത്ത് എന്നെ തല്ലുക ചെയ്ത്. എന്റെ ജീവൻ പോകാണ്ട് രക്ഷപ്പെട്ടതിന്റെ പാട് എനിക്ക് തന്നെ അറിയാം. ആദ്യം പാർവതി എന്ന പേരുള്ള ഒരുത്തി വന്ന് നമ്മുടെ ഗോഡൌണ് പൊട്ടിച്ചു. ഗാർമെന്റ്സിൽ വെച്ച് ചരക്കൊളിപ്പിച്ച് കടത്താൻ നോക്കിയപ്പോ പ്രിയൻ ഇടപെട്ടത് നാശാക്കി. ഇനി എവിടെ വെച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? നരകത്തിൽ വെച്ചോ? കൈലാഷിന് നിന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല, ആരടാ നീന്ന് ചോദിച്ച് എന്റെ മാസ്ക് അയക്കാൻ നോക്കിയതാ. സർവശക്തി എടുത്ത് കുതിറിയതുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. എന്നെ അവൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ 2-ൽ 1 ബാക്കിയായി മതിയെന്ന് തീരുമാനിച്ച് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്തേനെ. നല്ല വേദന ഉണ്ടോടാ? വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. പക്ഷെ അത് ഇടികിട്ടിയതിന്റെ വേദനയല്ല, ചരക്ക് കയറ്റി അഴിക്കാൻ കഴിയാത്തതിന്റെ വേദന. എല്ലാം നല്ല കൃത്യമായി പ്ലാൻ ചെയ്താ, പക്ഷെ അവസാന നിമിഷം ചീറ്റിപ്പോയി. നഷ്ടം കോടികളാ, കോടികൾ. അതിലെനിക്ക് നല്ല വേദനയുണ്ട്. PKRനേക്കാളും വലിയ കാശുകാരനാവണമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. മുക്തയും കെട്ടി ഗവൺമെന്റ്സ് കൈയടക്കി വയ്ക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടതാ. എന്റെ സ്വപ്നങ്ങൾ മൊത്തം തകിടമറിഞ്ഞില്ലേ? സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് എനിക്ക്. സാരമില്ല,
ഇതിനു മുമ്പ് ഞാൻ വീണിട്ടുണ്ട്. വീണ്ടും എണീറ്റ് നടന്നിട്ടുണ്ട്. വീണു എഴുന്നേറ്റും തന്നെയാ ഞാൻ ഇത്രയും ദൂരം നടന്നെത്തിയത്. ഈ വീഴ്ച കുറച്ച് ശക്തിയായി പോയി, സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ എഴുന്നേക്കും. പ്രിയനെയും പാർവതിയും കൈലാശനെയും കൊന്നാൽ മാത്രമേ എനിക്ക് എഴുന്നേക്കാൻ കഴിയുള്ളൂ. മൂന്നിനെയും കൊന്നെറിഞ്ഞിട്ട് തന്നെ ഞാൻ എഴുന്നേക്കും. തൂക്കം മനസ്സിലേറിയതിന്. അരവിന്ദ് നിക്ക്. അരവിന്ദ്, ഞാൻ പറയുന്നത് കേക്ക്. ഡേ 24 മണിക്കൂറും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ ഇടയ്ക്കൊന്ന് അടുക്കളയിലോട്ട് കയറ്. കെട്ടിക്കൊണ്ടു പോകുന്ന വീട്ടിലെ ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന വയറ്റിലോട്ടൊന്നും ചെല്ലില്ല. എനിക്ക് അവിടെ വന്ന് നിനക്ക് വെച്ചുണ്ടാക്കി തരാനും പറ്റില്ല. നീ തന്നെ വെച്ചുണ്ടാക്കണം. വീടും കുടിയും ഒന്നും ഇല്ലാത്ത ആളെ കെട്ടിയാ പോരെ, അപ്പോ അയാൾ ഇവിടെ വന്ന് നിൽക്കുമല്ലോ. അയ്യോ, എന്നാലും നിനക്ക് അടുക്കള കയറാൻ വയ്യാന്നല്ലേ? വെറുതെ ഇരുന്ന് ഫോണിൽ കളിക്കാൻ നല്ല സുഖം അമ്മേ. ഓ, ഇതിന്റെ സ്വഭാവം ഇങ്ങനെ. ആണൊരുത്തനുണ്ട്, അമ്മ പറഞ്ഞാ കേക്കില്ല. പക്ഷെ ആരാനും വേണ്ടി മല മറിക്കും. അവനെ ഒന്ന് വിളിച്ചേ. എന്തിന്? ചേട്ടൻ ജോലിക്ക് പോയിരിക്കുമല്ലേ? സമയം കിട്ടുമ്പോ അമ്പലത്തിൽ പോയി അച്ഛന് ബലിയിടാന്നല്ലേ അവൻ പറഞ്ഞത്. ഇപ്പൊ 10 മണി കഴിഞ്ഞില്ലേ? 11 മണിക്ക് നട അടയ്ക്കും. അത് അവനെ ഒന്ന് വിളിച്ച് പറയും. സർ, പ്രിയൻ ചേട്ടന്റെ ഫോണില് ആരോ വിളിക്കുന്നു. നോക്കട്ടെ. വഴക്കാളി. ഹലോ. എടോടായിപ്പേ, നീ അമ്പലത്തിൽ പോയോ? ഹലോ ചേട്ടാ. പ്രിയന്റെ സിസ്റ്റർ എന്ന് തോന്നുന്നു. അവരോടൊപ്പം എന്താ പറയാ? വീട്ടുകാരിൽ നിന്നും മറച്ചു വെക്കുന്ന ശരിയല്ല. പ്രിയൻ ചേട്ടൻ ഹോസ്പിറ്റലിലാണെന്ന് അവരോട് പറയണം. ചേട്ടാ, നീ എന്തോന്നും പറയട്ടെ. അമ്മ പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നേ. 11 മണിക്ക് അമ്പലം അടയ്ക്കും. എന്നാടി? അമ്മയുടെ പുന്നാരമോൻ കോൾ എടുത്തു. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല, കട്ടിയിട്ടുമില്ല. ഞാനിതെങ്ങനെ അവരോട് പറയാ? പ്രിയൻ ചേട്ടൻ അനിയത്തി എനിക്കറിയാം. ഇങ്ങത്താ, ഞാൻ സംസാരിച്ചോളാം. അവനൊന്നും മിണ്ടുന്നില്ലേ? ഫോണിങ്ങന്നെ. മോനെ പ്രിയ. അമ്മ. അമ്മേ. ആരേത്? ഞാൻ പാർവതി. പാർവതിയോ? പ്രിയനോടെ? അത് അമ്മ, പ്രിയൻ ചേട്ടൻ. പ്രിയന് ആരൊക്കെയോ ചേർന്ന് പ്രിയൻ ചേട്ടനെ അടിച്ചു.